അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സിനെ പോലും അവർക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവരെ കൊണ്ടാണ് അവരുടെ കമ്മ്യൂണിറ്റിക്ക് തന്നെ ഡാമേജ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ SNDP ഉദാഹരണമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 30 കൊല്ലമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ അത് ഹെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരു തൊട്ട് കുമാരനാശാൻ തൊട്ട് ഡോക്ടർ പൽപ്പു തൊട്ട് R ശങ്കർ തൊട്ട് ഇവരൊക്കെ ഇരുന്ന സീറ്റിലാണ് അദ്ദേഹം കഴിഞ്ഞ 30 കൊല്ലമായിട്ട് തൻ്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടും എലക്ഷൻ റിഗ്ഗിങ്ങിലൂടെയും അദ്ദേഹം ഈ തലപ്പത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മൈക്രോ ഫിനാൻസ് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജപ്തി നടപടികൾ നേരിടുകയാണ്. അദ്ദേഹത്തിനെതിരെ 124 കേസുണ്ട് മൈക്രോ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. കേന്ദ്ര സർക്കാർ SNDPയെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കേന്ദ്ര പിന്നോക്ക കമ്മീഷൻ അനുവദിച്ചിട്ടുള്ള ലോണുകൾ പോലും ആ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് കിട്ടാതെ വരിക. ഇവർക്ക് കിട്ടിയ കോളേജുകൾ ഒട്ടുമിക്കതും എയ്ഡഡ് കോളേജുകളായിരുന്നു. എന്നാൽ MESനെ പോലെയുള്ള സംഘടനകൾക്ക് 20-ന് താഴെ മാത്രമേ എയ്ഡഡ് കോളേജുകൾ കിട്ടിയിട്ടുള്ളൂ. എന്നിട്ട് പോലും അവർക്ക് 150ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അവർ സെൽഫ് സസ്റ്റൈനുകളായി മാറി. പക്ഷേ SNDPയുടെയോ NSSൻ്റെയോ കോളേജുകൾ പ്രോഗ്രസ് ചെയ്തിട്ടില്ല. ഇനി അവരുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് തന്നെ അവരുടെ സ്ഥാപനത്തിൽ തന്നെ ചെന്നൊരു ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ലേലം വിളിയാണ് നടക്കുന്നത്. പ്യൂൺ ജോലിക്ക് 30-ൽ ഓപ്പൺ ചെയ്യുന്ന ലേലം വിളി 45 ലക്ഷത്തിലാണ് ക്ലോസ് ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് നേരിട്ട് അറിയാവുന്ന കേസാണ്. അതുപോലെ തന്നെ അധ്യാപകരുടെ നിയമനത്തിലാണ് 1 കോടിയിൽ ഓപ്പൺ ചെയ്യും, 1.5 കോടി എത്തി ആരാണോ കൊടുക്കുന്നത് അവർ കൊടുക്കുന്നവർക്കാണ് ജോലി കൊടുക്കുന്നത്. അവർ കൈ കോർക്കുന്നതിൻ്റെ അകത്ത് ആർക്കും എതിർപ്പൊന്നുമില്ല. യൂണിഫിക്കേഷൻ നല്ലതാണ്, എല്ലാവരും ഒത്തൊരുമിച്ച് പോട്ടെ, ഇൻക്ലൂസീവായിട്ട് പോട്ടെ. പക്ഷെ മറ്റൊരു സമുദായത്തിനെ എന്തിനാണ് എക്സ്ക്ലൂഡ് ചെയ്യുന്നത് ഇവർ? ഒന്ന്, മുസ്ലിം കമ്മ്യൂണിറ്റി അൺഡ്യൂ ഫേവർ എടുത്തു എന്നാണ് ഇവർ പറയാതെയും അല്ലാതെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അൺഡ്യൂ ഫേവർ എടുത്തിട്ട് പോയെന്ന് പറയും. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി മൊത്തം ബാഡ് എലമെൻറ്റ്സ് ആണ്, അവരെല്ലാം മിസ്ക്രിയൻസ് ആണ്, അവരെല്ലാം ടെറർ ലിങ്ക്ഡ് ആണ്. ഗവൺമെൻറ്റിൻ്റെ തന്നെ കണക്കനുസരിച്ചിട്ട് 5,44,000 സംതിങ് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. അതിൽ 73,000 പേര് മാത്രമേ ഉള്ളൂ ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന്. എന്നാൽ അതിനേക്കാളും പോപ്പുലേഷൻ കുറവുള്ള OBCക്കും നായർക്കും 1 ലക്ഷത്തിന് മേലിൽ സർക്കാർ ജീവനക്കാരുണ്ട്. അപ്പോൾ അവർക്ക് എവിടെയാണ് സംഘപരിവാർ അജണ്ടയുമായിട്ട് വിഷജന്തുവായി വിഷവിത്തുകൾ വാങ്ങി വിദ്വേഷം പാകി നടക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ നായന്മാരും കേരളത്തിലെ നായന്മാരും പടിയടച്ച് പിണ്ടം വെച്ചിരിക്കുന്നു. ഇവിടെ 2 നേതാക്കന്മാര്, ഒന്ന് വെള്ളാപ്പള്ളി നടേശൻ ഈഴവരുടെ നേതാവാണെന്ന് അയാൾ തന്നെ അവകാശപ്പെടുന്നതാണ്. ഈഴവർക്ക് പോലും അങ്ങനെ ഒരു കൺസിഡറേഷൻ ഇല്ല. ഇനി മറ്റൊരാൾ സുകുമാരൻ നായർ NSSന്റെ നേതാവാണ്. 2 പേരും തീരുമാനിക്കുകയാ ഐക്യം വേണമെന്ന്. ഇന്ന് NSSന്റെ ജനറൽ ബോഡി മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ക്രിമിനലിനെ, 124 കേസുകളുള്ള വ്യക്തിയെ പിന്നെ നമ്മൾ ക്രിമിനൽ എന്നല്ലാണ്ട് മറ്റെന്ത് വിളിക്കും? പാവങ്ങളായിട്ടുള്ള ഈഴവരെ പറ്റിച്ച് നക്കിയിട്ട് വീപ്പക്കുറ്റി പോലെ വീർത്തിരിക്കുന്ന ഈ വെള്ളാപ്പള്ളി നടേശനെ നമ്മൾ ക്രിമിനൽ എന്നല്ലാണ്ട് മറ്റെന്ത് വിളിക്കും? കള്ള് കച്ചവടക്കാരനെ ക്രിമിനൽ എന്നല്ലാതെ മറ്റെന്ത് വിളിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ കള്ളല്ലാത്ത എന്ത് ലഹരി വസ്തുക്കളാവട്ടെ, ആ ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുകയോ ഉപയോഗിക്കുകയോ എന്തു ചെയ്യുന്ന ആളുമാകട്ടെ, അവരെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? സമൂഹം എങ്ങനെയാണ് കാണുന്നത്? നിയമം എങ്ങനെയാണ് കാണുന്നത്? ക്രിമിനൽ അല്ലേ? ആ ക്രിമിനൽ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ. കള്ള് കച്ചവടമാണ് നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തെ ആകമാനം നശിപ്പിക്കുവാനുള്ള വഴിമരുന്നിട്ടുകൊണ്ട് പോക്കറ്റ് വീർപ്പിക്കുന്ന ക്രിമിനൽ. ആ ക്രിമിനലിനെ ഇപ്പം നായന്മാർ പടിയടച്ച് പിണ്ടം വെച്ചിരിക്കുന്നു. കാരണം ഇന്നിപ്പോൾ ജനറൽ ബോഡി മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഈ സുകുമാരൻ നായർക്ക് മാറ്റി പറയേണ്ടി വന്നു. എന്താ കാര്യം? സുകുമാരൻ നായർ തീരുമാനിക്കുന്നതല്ല. അവിടെയുള്ള ഈ NSSലുള്ള ബാക്കിയുള്ള ആളുകൾ അവർ മനുഷ്യന്മാർക്ക് ഒപ്പമാണ്. അവിടെ ഈ വിദ്വേഷത്തിൻ്റെ വെറുപ്പിൻ്റെ വിത്തുമായി വരുന്ന ആളുകൾക്ക് ഇത് ഇടമല്ല എന്നുള്ളത് ആ ബാക്കിയുള്ളവരങ്ങോട്ട് അഭിപ്രായപ്പെട്ടു. സുകുമാരൻ നായർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം സുകുമാരൻ നായർ ഒരാൾ വിചാരിച്ചത് കൊണ്ട് നടക്കില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഈ ഐക്യങ്ങളൊന്നും വേണ്ട, മനുഷ്യരാകണം. ആ മനുഷ്യരുടെ കൂട്ടത്തിൽ എല്ലാവരും വേണം. മതമുള്ളവൻ വേണം, വിശ്വാസമുള്ളവൻ വേണം, വിശ്വാസമില്ലാത്തവൻ വേണം, എല്ലാവരും വേണം. അതാണ് ഐക്യം എന്ന് പറയുന്നത്. അതല്ലാതെ മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം അധിക്ഷേപിച്ച് സംഘപരിവാറിന് പരവതാനി വിരിച്ച് അവരുടെ ആയുധമായി അവരുടെ നാവായി മാറി നടക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള വർഗീയ വിഷജന്തുക്കളെ
തിരിച്ചറിയാനുള്ള കഴിവ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് കണ്ടപ്പോൾ തോന്നിയത്. അത് ഈ പറയുന്ന ആളുകൾ തമ്മിൽ ഐക്യമൊക്കെ എല്ലാവരും തമ്മിലുണ്ട്. ഇവിടെ കേരളത്തിൽ നായർ വേറെ ഒന്ന്, ഈഴവർ വേറെ ഒന്ന്, മുസ്ലിങ്ങൾ വേറെ ഒന്ന്, അങ്ങനെയൊന്നല്ല. നമ്മൾ കേരളത്തിൽ എല്ലാവരും മനുഷ്യർ ഐക്യത്തോടു കൂടി തന്നെയാണ് ജീവിക്കുന്നത്. അവിടെ ഐക്യമില്ലാത്ത ആളുകൾ, ചില ആളുകൾ ഈ വെള്ളാപ്പള്ളിയെ പോലെയുള്ള ആളുകളാണ്. ആ ആളുകളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാ. അതിപ്പോൾ ഈ നായന്മാർ അവരത് കാണിച്ചു തന്നു. ഈ വർഗീയ വിഷജന്തുവിനെ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല എന്ന് NSSന് മനസ്സിലായി. അതിൽ കൂട്ടത്തിൽ സുകുമാരൻ നായർ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ തലകുത്തി മറിഞ്ഞ് ഈ വിഷം കലക്കി അതിൽ നിന്ന് മീൻ പിടിക്കാൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടിയിട്ടാ. കാരണം തുഷാറിന് വേണ്ടിയിട്ടൊരു പാർട്ടി ഉണ്ടാക്കി, ഒരു രാഷ്ട്രീയ പാർട്ടി. അതിനെ കൊണ്ടുപോയി സംഘപരിവാരത്തിൻ്റെ ആലയത്തിൽ കെട്ടി. എന്നിട്ട് ആ പാർട്ടിയെ അവിടെ കെട്ടിയിട്ട് പലയിടങ്ങളിൽ പല രീതിയിൽ മത്സരിച്ചു നോക്കി. കെട്ടിവെച്ച കാശ് പോലും തിരിച്ചു കിട്ടിയിട്ടില്ല ഈ കള്ള് കച്ചവടക്കാർക്ക്. മനസ്സിലായില്ലേ? കെട്ടിവെച്ച കാശ് പോലും നഷ്ടപ്പെട്ടു പോയതാ. അങ്ങനെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഇങ്ങനെ നടക്കുക. അവിടേക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണം. അതിനിപ്പോൾ സുകുമാരൻ നായരെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ എന്ന് കരുതി. പക്ഷേ സുകുമാരൻ നായർ അതിന് സമ്മതിച്ചു ആദ്യഘട്ടത്തിൽ. പക്ഷേ കൂടെയുള്ള ആളുകൾ അതിന് സമ്മതിച്ചില്ല. സുകുമാരൻ നായർക്ക് തിരുത്തേണ്ടി വന്നു. ഇനി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സഖാക്കളോട് എനിക്ക് പറയാനുള്ളത്, കാരണം ഇപ്പോൾ സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി നടേശനെയും ഒരുമിപ്പിക്കാൻ നടന്നത് ആരാണെന്ന് സുകുമാരൻ നായർ നടത്തിയ പത്രസമ്മേളനം കണ്ടവർക്കറിയാം. ആ പത്രസമ്മേളനം നടത്തുന്നതിനിടയിലേക്ക് ഒരു കോൾ വന്നിരുന്നു. ആ കോള് തന്നെയാണ്, ആ ആളുകൾ തന്നെയാണ് ഇതിന് പിന്നിലൊക്കെ പ്രവർത്തിച്ചത്. അപ്പോൾ അവർ കരുതിയത് എന്താ, ഈ സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും അങ്ങ് ഒന്നിച്ചാൽ ഈ ഈഴവ സമുദായത്തിൽപ്പെടുന്ന ആളുകളെയും നായർ സമുദായത്തിൽപ്പെടുന്ന ആളുകളൊക്കെ നമുക്ക് വോട്ട് ചെയ്യും. ഇപ്പോൾ ഊമ്പി എല്ലാ അർത്ഥത്തിലും ഊമ്പി സഖാക്കളെ നിങ്ങൾ. ഇപ്പോൾ സഖാക്കൾക്ക് ഒരു കാര്യം കൂടി മനസ്സിലായിട്ടുണ്ടാവും. വലിയ പ്രതീക്ഷയിലുമായിരുന്നു ആര്? AKG സെൻറ്ററിലുള്ള ആളുകളും ഈ രാജാവുമൊക്കെ. ഈ സുകുമാരൻ നായർ ഐക്യത്തിന് സന്നദ്ധത പ്രകടിപ്പിച്ച് ഒരു പത്രസമ്മേളനം നടത്തുന്നു. ആ പത്രസമ്മേളനത്തിൽ VD സതീശനെ അങ്ങ് കടന്നാക്രമിക്കുന്നു. അപ്പോൾ ഇപ്പുറത്തിരിക്കുന്ന ആളുകളൊക്കെ കരുതി, ഇനിയിപ്പോൾ നായന്മാരുടെയും ഈഴവരുടെയും വോട്ട് നമുക്ക് തന്നെ എന്ന് കരുതി. ഇപ്പം എന്തായി? ഊമ്പി കുത്തുപാളയെടുത്ത് എന്ന് മാത്രമല്ല, ഇപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? സുകുമാരൻ നായർ NSSൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. പക്ഷേ ആ സുകുമാരൻ നായർ എടുക്കുന്ന തീരുമാനത്തോടൊപ്പമല്ല ആ ജനറൽ ബോഡിയിലുള്ള അംഗങ്ങൾ പോലും. പിന്നെയാണോ ഈ പറയുന്ന നായന്മാരും ഈഴവരുമൊക്കെ ഇവരെടുക്കുന്ന തീരുമാനത്തോടൊപ്പം ഇവർ പറയുന്ന ആളുകൾക്ക് വോട്ട് കുത്തുവോ? കുത്തില്ലെന്നേ. കാരണം സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളുണ്ട്, അവർക്ക് അവൻ്റെ രാഷ്ട്രീയങ്ങളുണ്ട്. അതൊന്നും ഇത്തരത്തിലുള്ള മേടകളിൽ ഇരിക്കുന്ന തമ്പ്രാക്കന്മാരോ കള്ള് കച്ചവടക്കാരോ അല്ല തീരുമാനിക്കുന്നത് എന്നുള്ളതാ. മനസ്സിലായില്ലേ? അവരല്ല തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പരമാർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പരമാർത്ഥത്തെ ഉൾക്കൊള്ളാൻ ഈ ആളുകൾ തയ്യാറാവും. കാരണം എന്താ, അത് ഉൾക്കൊണ്ടില്ലെങ്കിൽ അവർക്ക് തന്നെ തിരിച്ചടി. പക്ഷേ ഈ പറയുന്ന NSSനെ ഞാൻ മുക്തകണ്ഠം അഭിനന്ദിക്കാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ്. കാരണം വെള്ളാപ്പള്ളി നടേശൻ ഒരു വിഷജന്തുവാണെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാ. ആ സാധിച്ചു എന്ന് മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശന് കൈകൊടുക്കാൻ പോയ സുകുമാരൻ നായരെ തിരുത്താനും നിങ്ങൾക്ക് സാധിച്ചു. അതിന് ഞാൻ പറയും നിങ്ങളുടെ നട്ടല്ലെന്ന്. നിങ്ങൾ ഏത് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ, അതിവിടെ വിഷയമല്ല. പക്ഷേ CPM എടുത്തൊരു നിലപാടുണ്ട്. എന്താണ്? അവർ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായരെയും ഇവർക്ക് അനുകൂലമാക്കിയിട്ട് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിൽപ്പെടുന്ന പ്രബലരായിട്ടുള്ള നായന്മാരെയും ഈഴവരെയും അവരൊക്കെ ഞങ്ങളോടൊപ്പമാണ് എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിക്കൊണ്ട് രാജാവ് മൂന്നാമതും അധികാരത്തിൽ വരുമെന്നുള്ള ഒരു കാപട്യം, ഒരു നാടകം കളിച്ചതാണ്. അതിനുള്ള താക്കീതാണ് ഈ NSS ഇപ്പം നൽകിയിരിക്കുന്നത്. ഇവിടെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. NSS എന്ന് പറഞ്ഞാൽ അത് സുകുമാരൻ നായരല്ല. SNDP എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശനുമല്ല. അതിൻ്റെ യഥാർത്ഥ ആളുകൾ ഈ രണ്ടുപേരോടും ഒപ്പമല്ല താനും. അതുകൊണ്ടാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാ തുഷാർ വെള്ളാപ്പള്ളി എവിടെയൊക്കെ മത്സരിച്ചു, കെട്ടിവെച്ച കാശ് പോലും തിരിച്ചു കിട്ടാതിരുന്നത് കേരളത്തിൽ ഈ തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ച ഇടങ്ങളിൽ ഈഴവരില്ലാത്തത് കൊണ്ടാണോ?
ആണോ? അല്ലെന്നേ. അപ്പോ ഈ പറയുന്ന കള്ള് കച്ചവടക്കാരൻ്റെയും അല്ലെങ്കിൽ മേടയിലിരിക്കുന്ന മന്നത്തിരിക്കുന്ന സുകുമാരൻ നായരുടെ ഒപ്പമല്ല ആ സമൂഹം. എസ്പെഷ്യലി ഈ രാഷ്ട്രീയ വിഷയത്തിൽ സംഘടനാപരമായിട്ട് കൂടെ ഉണ്ടാവും. പല കാര്യങ്ങൾക്കും അവർ പറയുന്നത് തന്നെയായിരിക്കും അവസാന വാക്ക്. പക്ഷേ രാഷ്ട്രീയത്തിൽ ഈ രണ്ട് സാമുദായിക നേതാക്കൾക്കും ഈ പറയുന്ന ഈഴവരുടെയോ നായന്മാരുടെയോ വോട്ട് വിലക്ക് വാങ്ങുവാനുള്ള കഴിവും പ്രാപ്തിയും ഒന്നുമില്ല. എല്ലാ അർത്ഥത്തിലും ഇപ്പം ഇത് തിരിച്ചടി ആയിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ തിരിച്ചടി ആയത് ഒന്ന് വെള്ളാപ്പള്ളിക്ക, അതുപോലെ തന്നെ സുകുമാരൻ നായർക്കാ. സുകുമാരൻ നായർക്ക് തൻ്റെ നിലപാട് മാറ്റേണ്ടി വന്നു. കാരണം എന്താ? ജനറൽ ബോഡിയിൽ താങ്കൾ ആരോട് ചോദിച്ചിട്ടാണ് ഈ നിലപാടെടുക്കുന്നത് എന്ന്. ഇവിടെ നമ്മൾ കാണുന്നത് മറ്റൊന്നാണ്. വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവിൻ്റെ വലിയ സ്വീകാര്യതയും അയാളുടെ നാട്ടലിനെയും വെല്ലാൻ വെള്ളാപ്പള്ളി നടേശൻ എന്നല്ല, വെള്ളാപ്പള്ളി നടേശൻ ജനിപ്പിച്ച തുഷാർ വെള്ളാപ്പള്ളി ഇനി ഒരു 10 ജന്മം കൂടി ജനിച്ചാലും പോലും സാധിക്കില്ല. ഞാൻ പിന്നെ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ തന്തയെക്കുറിച്ച് പറയാത്തത് ആ മനുഷ്യൻ മരിച്ചു പോയതുകൊണ്ടാണ്. ആ മരിച്ച വ്യക്തിയെക്കുറിച്ച് പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ ആ ഒരു വഴിക്ക് പോവാത്തത്. അതാ തിരിച്ചൊന്ന് ഈ തുഷാർ വെള്ളാപ്പള്ളിയിലേക്ക് പോയത്. വെള്ളാപ്പള്ളി നടേശൻ്റെ ബീജം, അതിന് വി ഡി സതീശൻ്റെ നട്ടെല്ലിനെ വെല്ലാനുള്ള ശക്തി വെള്ളാപ്പള്ളി നടേശൻ്റെ ബീജത്തിനില്ല എന്നുള്ളത് തന്നെയാ. അതിനി 10 ജന്മങ്ങൾ ഉണ്ടാക്കിയെടുത്താലും അതിനൊന്നും സാധിക്കില്ല എന്നുള്ളതാ. വിസ്മയിപ്പിക്കുന്നത് സതീശൻ തന്നെയാ. ഇന്നലെ ഞാൻ ചില വാർത്താ മാധ്യമങ്ങളിൽ ചില തലക്കെട്ടുകൾ കണ്ടിരുന്നു. സതീശൻ വിസ്മയിപ്പിക്കുമെന്ന് പറഞ്ഞു, പക്ഷേ യഥാർത്ഥത്തിൽ ശശി തരൂരാണോ വിസ്മയിപ്പിക്കാൻ പോകുന്നത് എന്ന്. ഇവിടെ യഥാർത്ഥത്തിൽ സതീശൻ തന്നെയാ വിസ്മയിപ്പിച്ചിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായരും ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് അതിലൂടെ അങ്ങ് എന്തോ വലിയ കാര്യം സാധിച്ചു എന്ന് കൊട്ടിഘോഷിച്ച് നടന്നവർക്ക് 2 ദിവസങ്ങൾക്കിപ്പുറം എല്ലാം തകർന്ന് തരിപ്പണമാകുന്ന ഒരു ഘട്ടമാണ് കാണേണ്ടി വരുന്നത്. വിസ്മയിപ്പിക്കൽ സതീശൻ്റെത് തന്നെയാണ്. 2026 വി ഡി സതീശൻ്റെത് തന്നെയാ. ആ വി ഡി സതീശൻ്റെ 2026 പലരും വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അതാണ് ഈ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഒരുമിച്ചുള്ള ഒരു വാർത്താ സമ്മേളനം നമ്മൾ കാണുന്നത്. ആ വാർത്താ സമ്മേളനത്തിൽ രണ്ടുപേരും പറയുന്നത് വി ഡി സതീശനാണ് മുഖ്യശത്രു. ആ വാർത്താ സമ്മേളനം സ്പോൺസർ ചെയ്തത് ആരാണെന്ന് നമ്മൾ സംശയിക്കുന്നിടത്തേക്കാണ് എൻ വാസവൻ്റെ ഫോൺ കോള് സുകുമാരൻ നായർക്ക് വരുന്നത്. സുകുമാരൻ നായർ ഇനി എന്തോ ആലോചിക്കാതെയാണോ അബദ്ധവശാലാണോ അതോ പൊട്ടനായതുകൊണ്ടാണോ എന്നറിയില്ല, മാധ്യമങ്ങളുടെ മുന്നിൽ പറയാ വാസവനാണ് വിളിച്ചത് എന്ന്. ആരെങ്കിലും ചോദിച്ചോ ആരാ വിളിച്ചത് എന്ന്? അത് പറയാതിരുന്നു കഴിഞ്ഞാൽ ആരും അറിയില്ലായിരുന്നു ഈ സ്പോൺസേഡ് വാർത്താ സമ്മേളനം ആരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് എന്ന്. അത് വാസവൻ വിളിച്ചതോടുകൂടി ആ കാര്യവും ബോധ്യമായി. പക്ഷേ വിസ്മയിച്ചുകൊണ്ട് സതീശൻ അണിയറയിൽ വേണ്ട കരുക്കൾ നീക്കിയിരുന്നു. 4 ദിവസങ്ങൾക്കിപ്പുറം സുകുമാരൻ നായർ പറഞ്ഞതിനെ തിരുത്തേണ്ട ഗതികേട് നായർക്കുണ്ടായി. എന്താ കാര്യം? നായന്മാര് സുകുമാരൻ നായരോടൊപ്പമല്ല, നായന്മാര് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വർഗീയ വിഷത്തോടൊപ്പമല്ല എന്ന് പ്രബുദ്ധരായ ജനം അവരത് തിരുത്തിപ്പിച്ചു എന്നുള്ളതാണ്.